അത്രയും ഭാഗം സെറ്റാക്കിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. കാരണം വെച്ചാൽ ഇതിൽ ഫുള്ള് ഉൾപ്പെടുത്തിയത് ഫുള്ള് മെക്കാനിക്കൽ പാർട്സ് ആട്ടോ. അപ്പോൾ ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇത് അൾട്ടോൻ്റെ പ്രഷർ പ്ലേറ്റ്, അതിൻ്റെ അടിയിലാണ് ക്ലച്ച് ഡിസ്ക് വരിക. അപ്പോൾ ആ ഒരു ഭാഗം അത് അൾട്ടോൻ്റെ ഏതെങ്കിലും യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഈ കാണുന്ന ഭാഗം എന്ന് പറയുന്നത് സാധാ പട്ടിക ടൈപ്പ് ഇരുമ്പിൻ്റെ പീസ്. ഇത് സ്ക്വയറായി കട്ട് ചെയ്തതിന് ശേഷം കറക്റ്റ് സ്പിരിറ്റ് ലെവൽ വെച്ചിട്ട് സ്റ്റഡി ആക്കിയിട്ട് അത് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിന് മുന്നോട്ടായിട്ട് ഈ 2 ഷോക്ക് കൊടുക്കുക. ഈ ഷോക്ക് വെർണറിലാണ്, വെർണറിൻ്റെ റിയർ ഷോക്ക് ആട്ടോ ഇത് 2. അപ്പോൾ വെർണറിൻ്റെ അല്ല വേറെ ഷോക്ക് എടുത്താലും ഇത് സൂട്ട് ആവുന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കിട്ടിയതിനനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്താണ്. അതുപോലെ ഈ കാണുന്നത് പറഞ്ഞാൽ ഡിക്കി ഷോക്കിൻ്റെ പൈപ്പാണ്. അതായത് ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചത് കേട്ടോ, ഇതൊരു പൈപ്പ് അതിനകത്ത് കയറ്റിയാണ് സൂട്ടായിട്ടുള്ളൊരു പൈപ്പ് നമ്മൾ എടുത്തുന്നുള്ളൂ. ഈ ഒരു പീസ്, അതുപോലെ തന്നെ ഇതിനകത്ത് വരുന്ന ഈ ഒരു പീസ്, ഈ ഒരു പൈപ്പ്. പിന്നെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പറ സ്ക്വയറായിട്ട് പക്കായിട്ട് സ്പിരിറ്റ് ലെവൽ വെച്ചിട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഈ വരുന്ന ഏരിയ എന്ന് പറയുന്നത് കറക്റ്റ് 90 ഡിഗ്രി ആവണം, കാരണം എന്നാലേ പക്കാവുള്ളൂ. അതുപോലെ തന്നെ ഇത് കാണുന്നത് പറഞ്ഞാൽ ഫൗണ്ടേഷൻ 800-ൻ്റെ ഈ ഒരു പീസ് ഇങ്ങനെ. പിന്നുള്ളത് പറഞ്ഞാൽ ഇത് ഡിക്കി ഷോക്കിൻ്റെ ഉള്ളിൽ വരുന്ന കമ്പി, അതായത് ആ സ്ലീവിൻ്റെ ഉള്ളിൽ വരുന്ന ഭാഗം, അതായത് വർക്കിങ്ങിൻ്റെ ഇത്രയും പക്കായിട്ട്. പിന്നെ ഇത് നമ്മൾ ഫിറ്റ് ചെയ്തെടുത്ത് പറഞ്ഞാൽ ചെറിയ ഷെയ്ക്ക് ഉണ്ട്. അപ്പോൾ ഇതിന് പ്രോപ്പറായിട്ടുള്ള എടുക്കാവും ബെറ്റർ, നമുക്ക് കിട്ടിയതാണ്. അപ്പോൾ അത് സെറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഈ കാണുന്ന പീസ് പറഞ്ഞത് ഇത് വെർണൻ്റെ ബാക്ക് വീൽ ബയറിങ്, ഇതിൻ്റെ ഇത്രയും ഭാഗം. ഇത് ഇവിടെ നമ്മൾ വെൽഡ് ചെയ്തിട്ടുള്ളത് ഇതുണ്ടോ, അതിങ്ങനെ ഊരെടുക്കാൻ കഴിയും, ഇവിടെ വെൽഡ് ചെയ്തിട്ട്. അതുപോലെ തന്നെ ഈ കാണുന്ന പീസ് പറഞ്ഞത് ബൈക്കിൻ്റെ ഏത് വണ്ടിയുടെ ഒക്കെ അറിയില്ല, ബാക്ക് സോക്കറ്റ്, അതായത് ചെയിൻ സോക്കറ്റ് വരില്ല, അതിൽ സോക്കറ്റ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് വരുന്ന വീലിട്ട് നമ്മൾ ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ മുഖത്ത് വെൽഡ് ചെയ്ത് വെച്ചു. അതുപോലെ തന്നെ ഇത് സാധാ പൈപ്പ്, ഇതുപോലത്തെ ഒരു റൗണ്ട് പൈപ്പ് എടുത്തതിന് ശേഷം അത് ഇവിടെ ബെൻഡാക്കി, ഇത്തിരി മണ്ണല്ലാത്ത പൈപ്പ് കേട്ടോ, ഇവിടെ ജസ്റ്റ് ബെൻഡാക്കിയിട്ട് ഈ ഒരു പീസ് ഇതാ ഈ ഒരു ഞെട്ട് പിടിച്ച് വെൽഡ് ചെയ്തു. അതുപോലെ 8 ബോൾട്ട് ഇട്ടു. പിന്നെ ഇതിനെ എടുത്ത് വെച്ചിട്ട് യോജിപ്പിച്ചു. പിന്നെന്ന് പറഞ്ഞാൽ ഇത് ഫിറ്റിങ് വരെ പറഞ്ഞാൽ ഇതുണ്ടോ, ഇതിനകത്ത് ഇറങ്ങിയിരിക്കും പക്കായിട്ടില്ല, ഫുൾ വർക്ക് കഴിഞ്ഞില്ല. ഇതിനകത്ത് ഈ ലെവലിലേക്ക് ഇറങ്ങിയിരിക്കും. അതുപോലെ തന്നെ ഇത് നമുക്കിവിടെ റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാം. 90 ഡിഗ്രി ഏകദേശം അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ വെൽഡിങ് ഉണ്ട് കേട്ടോ, ആ ഒരു പീസിന് അത് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞത്. പിന്നെ ഇത് കേട്ടോ, പുഷ് ചെയ്യുന്ന ടൈമിൽ ഇത് ഷോക്കിൻ്റെ വർക്കിങ് നേരെ താഴോട്ട് വരും ചെയ്യും. അപ്പോൾ ഡ്രില്ല് ചെയ്യാൻ പക്കാവും. പിന്നെ ഈ വെക്കുന്ന മെഷർമെൻറ്റ് പക്കാവണം. ഇതിൻ്റെ ഈ ഒരു ഭാഗത്തുള്ള ലെവലുണ്ടോ സ്പിരിറ്റിൽ പക്ക. അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇങ്ങനെ വെച്ച് നോക്കുക, അത് സ്റ്റഡി ആക്കുക. അതിനുശേഷം ഇത് ഈ നിൽക്കുന്ന ഈ ഒരു ബെഞ്ച് ഉണ്ടല്ലോ, ഈ ബെഞ്ച് ഏകദേശം സ്പിരിറ്റ് ലെവൽ വെച്ചിട്ട് സെറ്റാവണം ഏകദേശം, എന്നാലേ ഇത് നിൽക്കുള്ളൂ. അതുപോലെ തന്നെ ഈ കാണുന്ന ഇതുണ്ടല്ലോ മിഷീൻ ഉണ്ടല്ലോ, അതിൻ്റെ ലെവൽ പക്കയാണ് നോക്കുക, ഇത് വെച്ചിട്ട് സ്റ്റഡി ആക്കുക. സ്റ്റഡി ആക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പൊസിഷൻ ഇതിൽ ഷെയ്ക്കാവും, അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ള. അതായത് ഈ ഒരു ലെഗ് കൊടുത്തിട്ടുണ്ടോ, ഈ ലെഗ് കൊടുത്തിട്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്റ്റഡിയായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലെഗ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ചെറിയ വേരിയേഷൻ അങ്ങോട്ടും കൊണ്ട് വരുത്തിയിട്ട് ഇത് സെറ്റ് ചെയ്ത് വെക്കുക. ഇതിപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, എത്രത്തോളം കാണേണ്ടറിയില്ലതുണ്ടോ, സ്റ്റഡിയാണത്. അപ്പോൾ ആ ഒരു ഭാഗം ക്ലിയർ ആക്കിയതിന് ശേഷം ഇതുമെന്നൊരു കണക്ഷൻ ഇതിന് കൊടുക്കണം. അപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യില്ല, കറക്റ്റ് ഫിക്സ് ആയി നിൽക്കും. അതിന് നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇത് ഡിക്കി ഷോക്കിൻ്റെ എൻഡാണ്. അപ്പോൾ ഈ ഒരു എൻഡ് ഇവിടെ കട്ട് ചെയ്തതിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടോ, കട്ട് ചെയ്തിട്ട് ഇതിനകത്ത് പക്കട്ട് കയറുന്നത് ഈ ഒരു ബാരിങ്ങിൻ്റെ ഇതുണ്ടോ പക്കട്ട് കയറും. അതിനുശേഷം ഇവിടെ കണക്ട് ചെയ്യണം. ഒരു മിനിറ്റ്, ഇതിൻ്റെ ഈ ഒരു ഹോളും ഈ ഫൗണ്ടേഷൻ്റെ ഈ സ്റ്റഡി പിന്നെ പക്കയായിട്ട് കറക്റ്റ് ആട്ടോ, അതിന് കറക്റ്റായിട്ട് സൂട്ടാവും. അപ്പോൾ അത് അതിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം ക്ലിയർ ആയി എന്നുള്ള ഇതുണ്ടോ, ഇങ്ങനെ വെക്കുക. അതിനുശേഷം ഈ സ്റ്റഡി പിന്നെ വെച്ചതിന് ശേഷം കാണിച്ചു തരാം. ഇതാ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെയായിട്ട് വരാം. ഈ സ്റ്റഡി പിന്നെ ഇതിനകത്ത് കയറിക്കും. പിന്നെ ഈ ഒരു പൊസിഷൻ ഇതിനകത്ത് ഒരു സ്റ്റഡി ആക്കിയിട്ട് ഇതിൻ്റെ മുന്നോടിയായിട്ട് ഈ ഒരു ഭാഗത്ത് വരുന്ന ഈ സെൻറ്ററിൽ വരുന്ന ഈ പ്യൂട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, ഇവിടെ സ്പോട്ട് അടിക്കണം ഈ ഒരു ഭാഗം. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യണത് ഒഴിവാക്കണം എന്നുള്ള. അപ്പോൾ അതിനായിട്ട് ഇതിനകത്ത് വെച്ചിട്ട് മാർക്ക് ചെയ്യണം. എന്നിട്ട് ആ ഒരു ഭാഗം സ്പോട്ട് അടിച്ചിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കണക്ഷൻ്റെ ഒരു സ്പോട്ട് നമുക്ക് ഇതുമ്പോൾ കിട്ടും. പിന്നെ ഈ ഒരു ഷോക്കുമ്പോൾ സ്പോട്ട് അടിക്കുക, ബാക്കിയുള്ളത് ഇവിടെ. അത് സ്പോട്ട് അടിക്കണമെന്നില്ല. ഇതെന്താ ഇങ്ങനെ കൊടുക്കാൻ കാരണം വെച്ചാൽ നമുക്ക് ഭാവിയിൽ ഈ ഒരു ഭാഗം നമുക്ക് ലൂബ്രിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇത് അയച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് പിന്നാണെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് വലിച്ചിട്ടുണ്ടെങ്കിൽ പോരുന്നില്ല കേട്ടോ, കറക്റ്റ് കിട്ടുന്നില്ല. അതിനാണ് അങ്ങനെ കൊടുക്കുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് കൊടുത്തതിന് ശേഷം പിന്നെ ബാക്ക് സൈഡിൽ ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്യുന്നില്ല. ഇത് കേട്ടോ, ഈ ഒരു പീസ് വെൽഡ് ചെയ്ത് സെറ്റാക്കി ഈ രീതിയിൽ കേട്ടോ. ഇവിടെ ഒന്ന്
അതുപോലെ ഓപ്പോസിറ്റ് സൈഡ് ഈ സൈഡ് ഒരു കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്ക് സൈഡ് വരുമ്പോൾ ഇങ്ങനെ വന്നിട്ടുള്ള കേട്ടോ. അപ്പോൾ അതിൽ ഈ ഒരു പീസും ഇതിൽ വേറിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അതായത് ഇത് പൈപ്പാണ്, ഇവിടെ വെൽഡും കാര്യങ്ങളും അടിച്ചിട്ടില്ല. ഈ ഒരു പൈപ്പ് ഇതിനകത്ത് നമ്മൾ വെൽഡ് ചെയ്തിട്ടുള്ളത് കണ്ടോ, ഈ ഒരു പീസിന്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അടുത്തായിട്ട് ഇതുപോലെ ബ്രേക്ക് പേഡ് എടുത്തിട്ട് ഈ ഒരു ഭാഗം നമ്മൾ സ്പോട്ട് അടിക്കും പോട്ടെ. ഇങ്ങനെ വെച്ചിട്ട് ഈ ബ്രേക്ക് പേഡ് സ്പോട്ട് അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കറക്റ്റ് പൊസിഷൻ നിൽക്കുകയും ചെയ്യും. ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന ടൈമിൽ കറക്റ്റായിട്ട് ഇറങ്ങിപ്പോകുന്നുള്ളതാണ്. അപ്പോൾ അതിന് ഈ ഒരു പീസ് ഇതുപോലെ വെച്ചടിക്കുക. ബാക്ക് സൈഡിൽ ബ്രേക്ക് പേഡ് വെച്ചിട്ട് വെൽഡ് ചെയ്തിട്ടോ ഈ രണ്ട് കണക്ഷനും, ഇതിൻ്റെ ഒരു പീസ് അതുപോലെ ഈ ഒരു കണക്ഷൻ. പിന്നെ അതിന് ശേഷം ഈ ഒരു ഫൗണ്ടേഷൻ ഇത് വാഗ്നറിൻ്റെ ആവാനാണ് ചാൻസ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഫൗണ്ടേഷൻ്റെ ഇവിടെ വരുന്നൊരു ഭാഗം കേട്ടോ. അതിപ്പോൾ ഇതുണ്ടോ, ഈ ഒരു ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് ഇതിങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ള. പിന്നുള്ളത് പറഞ്ഞാൽ ഡിക്കി ഷോക്ക്, ഈ ഒരു പീസ് ഡിക്കി ഷോക്കിൻ്റെ ഈ ഒരു ഭാഗം ഇവിടെ വെൽഡ് ചെയ്തു. അതുപോലെ തന്നെ വേറെ ഡിക്കി ഷോക്കിൻ്റെ ഈ ഒരു ഭാഗം ഇവിടെ വെൽഡ് ചെയ്തിട്ട് സ്ട്രൈറ്റ് ആക്കി വെച്ചു. എന്തിനാണെന്ന് വെച്ചാൽ ഈ ഷോക്ക് റിട്ടേൺ പോകാൻ ചാൻസ് കമ്മി കേട്ടോ. അതായത് ഇത് പിന്നെ റിയർ ഷോക്ക് ആകുമ്പോൾ റിയറിൽ വേറൊരു സ്പ്രിങ് കൂടെ വരും പൊങ്ങാൻ വേണ്ടിയിട്ട്. ഇത് അമേരോറ്റിക്ക് ചെയ്യുള്ളൂ. അതിൻ്റെ റിട്ടേൺ പോകാൻ വേണ്ടിയിട്ട് ഒരു സ്പ്രിങ് ഓൾറെഡി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇതിന് ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ ഇത് കംപ്ലൈൻ്റ് ഉള്ളൊരു ഷോക്കാണ്. നല്ല പുതിയ ഷോക്കാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ പൊങ്ങി വരും. ഇതങ്ങനെയല്ല, ഇത് ചെറിയ ഭാഗങ്ങൾ പൊങ്ങി വരാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡിക്കി ഷോക്ക് ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളിത് പറഞ്ഞാൽ ഈ ഒരു പീസിൻ്റെ ഇവിടെ കട്ട് ചെയ്യണം. ഈ ഷോക്കിൻ്റെ ഈ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് ഇതൊന്ന് ഉള്ളോട്ട് നീക്കണം. അതുപോലെ തന്നെ ഇവിടെ കട്ട് ചെയ്യണം. ഇവിടെ കട്ട് ചെയ്യണം എന്താ വെച്ചാൽ ഈ ഒരു ഭാഗം കണ്ടോ, ഇത് ചെറിയൊരു ശരിവുണ്ട് ഈ ഡിക്കി ഷോക്കിന്. അപ്പോൾ അത് ഇതിന് സ്റ്റഡി കൊടുക്കുക ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം പറ്റും കേട്ടോ. പിന്നെ ഇതൊന്ന് ജസ്റ്റ് ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്ത് വെക്കുമ്പോൾ ഇത് കണ്ടോ, രണ്ട് സൈഡും ഒരുപോലെ കട്ട് ചെയ്തു. ഈ ഒരു പൊസിഷനും ഓപ്പോസിറ്റ് സൈഡ് കേട്ടോ. പിന്നെന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗം നമുക്ക് അയച്ചെടുക്കാനും കയറ്റാനും സുഖമായിട്ട് കഴിയും. കാരണം ഈ ഒരു പൊസിഷൻ നമ്മളിങ്ങനെ സെറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ റൊട്ടേറ്റ് ചെയ്യാനും ബുദ്ധിമുട്ട് കാര്യങ്ങളും ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ ബ്രേക്ക് പണ്ട് ഈ ഒരു ഭാഗം കട്ട് ചെയ്തു. പിന്നെ ഈ ഫൗണ്ടേഷൻ ഇവിടെ സെറ്റ് ചെയ്യുന്ന ടൈമിൽ ഇവിടെ എന്തെങ്കിലും വേരിയേഷൻ വരുത്തണമെങ്കിൽ ഇതിലും ചെയ്യണം എന്നുള്ള. പിന്നെ ബാക്ക് സൈഡിൽ വരുന്ന ഈ ബ്രേക്ക് പണ്ട് രണ്ട് ഭാഗം കട്ട് ചെയ്തിട്ടോ. ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഏരിയ അടുപ്പിച്ച് വെച്ചു. ഇതുണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഫൗണ്ടേഷൻ ഇവിടെ സെറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കാരണം വെച്ചാൽ ഇവിടെ ഈ ഒരു ഷോക്കിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇത്രയും ഭാഗം വെയിറ്റ് വരുന്നതുകൊണ്ട് ഞാൻ ഇവിടേക്കും കൺവേർട്ട് ചെയ്തിരുന്നോട്ടെ ചെയ്തിട്ടാണ് ഈ ഒരു പീസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് വേണമെങ്കിൽ ഈ ഒരു ഭാഗത്ത് വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയിൻ കൊടുക്കുന്നത്. അപ്പോൾ ചെയിൻ കൊടുക്കുന്ന ഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ അത് സെറ്റ് ചെയ്യാം. പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഇങ്ങോട്ടൊരു പീസ് കണക്ട് ചെയ്തിട്ട് ചെയിൻ കണക്ട് ചെയ്യണം. അതാണ് അടുത്ത പണി. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ഇതുപോലത്തെ റബ്ബറിൻ്റെ ഒരു പീസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് ആ ഡ്രില്ലിംഗ് മെഷീനും സ്ക്രാച്ചും കാര്യങ്ങളും വരേണ്ടതെന്ന് എഴുതിയിട്ട് ചെയ്താണിത്. ഇതുണ്ടോ, അപ്പോൾ ചെയിൻ സെറ്റ് ചെയ്തിട്ടോ. ചെയിനിൻ്റെ ഫസ്റ്റ് ടൈം ഇവിടെ വരുന്നത് ഒരു എൻഡ് വന്നിട്ട് നേരെ അടിയിൽ പോയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ ഒരു ഭാഗത്തൊരു പട്ടിക നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഉണ്ടോ ഇങ്ങനെ കട്ടിങ് ഇട്ടിട്ടുണ്ടല്ലോ. ഇതുപോലത്തെ ഒരു കട്ടിങ് ഇട്ടിട്ട് അടിയിൽ റോൾ അടിച്ചു ജസ്റ്റ് അടിയിൽ കിട്ടും. ഇതെന്തിനാണ് അങ്ങനെ ഇട്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ഭാഗം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് റോളിടും. ഇതുപോലെ ഇതിൻ്റെ ഓപ്പോസിറ്റ് റോളിട്ടിട്ട് ഇതിനകത്തൂടെ റാഡ് ഇട്ട് വെക്കും. ടച്ച് ചെയ്തതിന് ശേഷം എത്രയാണ് നമുക്ക് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം ബാക്കി കറക്റ്റ് ചെയ്തിട്ട് ആ റാഡ് ഇത് ഫിക്സ് ചെയ്യുന്നുള്ള കേട്ടോ. അതിനോട് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ചെയിനിൻ്റെ ഭാഗം കണക്ട് ചെയ്തു. അടിയിൽ ജസ്റ്റ് ഒരു ആണി നമ്മൾ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ കണ്ടോ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒറ്റ കയറ്റി വയ്ക്കുന്നില്ല. ഒരു മിനിറ്റ്, ഇവിടെ ഒരു സാഫ്റ്റ് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പക്കാവും. ഫിനിഷ് ചെയ്തിട്ടേ ബാക്കി കാണിക്കാൻ കഴിയുള്ളൂ. ഇതുണ്ടോ, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന ടൈമിൽ ഇത് മൊത്തമായിട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോയിട്ട് വരുന്ന ടൈമിൽ റിട്ടേൺ വരുന്നില്ല പറഞ്ഞാൽ ഇത്രയും ടൈറ്റ് ഉള്ള സ്ഥിതിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഷോക്കിന് റിട്ടേൺ വരാനുള്ള ഒരു പ്രവണത കമ്മിയാണ് ഇതിന്. അതെന്താ വെച്ചാൽ ഇത്ര ലോഡില്ലാന്നുണ്ടെങ്കിൽ വരും. പിന്നെ പുതിയ ഷോക്കാണെന്നുണ്ടെങ്കിലും റിട്ടേൺ വരും. അപ്പോൾ ആ ഒരു ഭാഗം കൂടുതൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും കമ്മിയാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതുണ്ടോ, ഈ ഒരു പീസ് നമ്മളിത് കയറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്ലിയർ ആവും. പക്ഷേ ഇത് വെക്കുന്ന ടൈമിൽ ഇത് ഈ ഒരു ഭാഗം ഷെയ്ക്ക് ആയതിന് മുമ്പ് അപ്പോൾ ബാക്ക് സൈഡിൽ നമ്മളിങ്ങനെ പീസ് വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ, ഇങ്ങനെ പീസ് ജസ്റ്റ് ഒന്ന് അടിച്ച് വെച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ ഈ ഭാഗം ഷെയ്ക്കാൻ ടൈമിൽ ഈ ഒരു സാഫ്റ്റിമേ നമ്മളെ ഈ ഒരു ഡിക്കി ഷോക്കിൽ തട്ടുണ്ട്. അപ്പോൾ അത് ഇറങ്ങണതിന് ബുദ്ധിമുട്ടായി വരുന്നുണ്ട്. അപ്പോൾ ഇനി ഡിക്കി ഷോക്ക് സെറ്റ് ചെയ്ത് ടെസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ കേട്ടോ ഡിക്കി ഷോക്ക് നമ്മൾ സെറ്റ് ചെയ്തു. പിന്നെ പ്രസ് ചെയ്ത് പിടിച്ചിട്ടില്ല കേട്ടോ. കാരണം വെച്ചാൽ ഒരു കൈയേറ്റ് നമുക്ക് പ്രസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഡിക്കി ഷോക്ക് സെറ്റ് ചെയ്യുമ്പോൾ അത്യാവശ്യം ഫോഴ്സും കാര്യങ്ങളുണ്ട്. പക്ഷേ ഇത് പുതിയ ഡിക്കി ഷോക്കും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. നമുക്ക് ഡോറിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കംപ്ലൈൻ്റ് ആണ്. പക്ഷേ നമുക്കധികം ഫോഴ്സ് വേണ്ടതുകൊണ്ട് നമുക്കിങ്ങനെ അലമ്പായ ഡിക്കി ഷോക്കായാലും കുഴപ്പമില്ല എന്നുള്ള കേട്ടോ. അത് കണ്ടോ ഡിക്കി ഷോക്ക് നമ്മൾ സെറ്റ് ചെയ്തു. ഞാൻ പ്രസ് ചെയ്ത് പിടിച്ചിട്ടില്ല കേട്ടോ. ഇതുണ്ടോ വിടുമ്പോൾ
കേട്ടോ ഹാൻഡിലും കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടോ ഇങ്ങനെ ഒരു റാഡ് വെച്ചുകൊണ്ട് ഈ ഭാഗത്ത് വെൽഡ് ചെയ്തു. അപ്പോൾ ഇതിനെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്ത് ഈ ഡിക്കി ഷോക്ക് വെച്ച സ്ഥിതിക്ക് ഈ ഡിക്കി ഷോക്കിൻ്റെ പ്രഷറും അതുപോലെ തന്നെ ഇതിൻ്റെ പഴയ ഇതിൽ ഫുള്ളായിട്ട് പോയ ഷോക്കല്ല, ഒരു മുക്കാൽ ഭാഗത്തോളം ഒരു ഷോക്കും ഒന്നൊരു പാതി കൂടുതൽ പോയിട്ടുണ്ട്, ഒന്നാണ് ഇതാണ് കൂടുതൽ പോയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്തുള്ള ഈ ഷോക്കിൻ്റെ ഫുൾ ഓയിൽ നമ്മളിവിടെ ഒരു ഹോൾ അടിച്ചുകൊണ്ട് ഒഴിവാക്കി. അപ്പോൾ എങ്ങനെയാ വെച്ചാൽ നമുക്കിത് പ്രസ് ചെയ്യുന്ന ടൈമിലുള്ള ആ ഒരു ഫോഴ്സ് ഇതിൽ കമ്മിയാവും, ഇതിലുള്ള ആ ടൈറ്റ് കമ്മിയാവും. അതുപോലെ തന്നെ ഈ ഒരു പീസ് ഇവിടെ വെക്കുന്ന ടൈമിൽ നമുക്ക് ഓവർ ടൈറ്റ് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഈ ഒരു പൊസിഷനിലായിട്ട് ചേർച്ച് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ സിമ്പിളാവുന്നുള്ള. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് പ്രഷർ കൂടുന്ന ടൈമിൽ ഇവിടെ ചേരിയാനുള്ള ചെറിയൊരു പ്രവണത വരുന്നുണ്ട്. ഇങ്ങനെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ ചേരിയാനുള്ള സംഭവം വരുന്നത്, ഇവിടെ ലെഗ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുണ്ട് ഇതിൻ്റെ ഈ ഭാഗം. അപ്പോൾ ഇത് ഫെയിൽഡായി എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് ഇത് കുഴപ്പമില്ല, ഈ ഫൗണ്ടേഷൻ എന്തായാലും നമുക്ക് ഇവിടെ വേണം. അപ്പോൾ ഈ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് ഇവിടേക്ക് കൊടുത്തിട്ട് എന്താ അവസ്ഥ എന്നുള്ളത് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഷോക്ക് ഈ ഒരു പൊസിഷനിൽ ഫിറ്റ് ചെയ്തു. അപ്പോൾ എങ്ങനെയാ വെച്ചാൽ നമ്മൾ ഇങ്ങോട്ട് വലിക്കുന്ന ടൈമിൽ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ പുഷ് ചെയ്യാൻ ചേരിട്ടാകുമ്പോൾ പുഷ് ചെയ്യാനുള്ളൊരു പ്രവണത കൂടുകയും ചെയ്യും. പിന്നെ അത്യാവശ്യം സ്മൂത്ത് ആവും എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഒരു ഹാൻഡിൽ നമ്മൾ സെറ്റ് ചെയ്ത് നമ്മൾ ഒഴിവാക്കി. കാരണം വെച്ചാൽ ഈ ഒരു ഭാഗത്ത് പിടിച്ചിട്ട് വലിക്കുന്ന ടൈമിൽ ഈ ബേസ് അളകാനുള്ള ചാൻസ് വരുന്നുണ്ട്. ഇനി ഫിക്സ് ചെയ്ത് കഴിഞ്ഞാലും ഈ ബേസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആക്കുന്ന ടൈമിൽ ഇത് ഫ്രീ ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ വെച്ചാൽ ഹാൻഡിൽ ഇങ്ങനെ ബെൻഡാക്കി ചെയ്യണം എന്നാണ് കരുതുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പൊസിഷൻ. ഇതുണ്ടോ ചെറിയ ചെരുവിലായിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിനകത്തേക്ക് ഇനി കുറച്ചുകൂടി കയറാണ്ട്, അപ്പോൾ ഇത് സ്റ്റഡി ആയി വരും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫിറ്റിങ് ഇവിടെ വരുന്നത്. അപ്പോൾ ഈ മാറ്റങ്ങൾ വരുത്തുന്നത് പിന്നീട് നിങ്ങൾക്ക് കാണിച്ചത് കാരണം എന്ന് വെച്ചാൽ ഇതിൽ ഒരു ഭാഗം ഫിറ്റ് ചെയ്യും. നമ്മളിത് ഓൾറെഡി ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയൊരു മുതലല്ലാത്തതുകൊണ്ടും നമുക്കിത് ഫിറ്റ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ പിന്നെ അതിനനുസരിച്ച് ചേഞ്ച് വരുത്തണമെന്നില്ല. അപ്പോൾ ഈ ഭാഗം കട്ട് ചെയ്ത് ഈ പൊസിഷനിൽ വെച്ചു. അങ്ങനെ പല ഭാഗങ്ങളായിട്ട് മാറ്റി മറിച്ചാണ് നമ്മളിത് ചെയ്യുന്നത്. കാരണം വെച്ചാൽ പ്രോപ്പറായിട്ടുള്ളൊരു ടൂൾസോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ളൊരു ഫിറ്റിങ്ങിൻ്റെ എലമെൻറ്റോ കാര്യങ്ങളോ നല്ലത് നമ്മൾ പിന്നെ പാർട്സ് യൂസ് ചെയ്യണോണ്ടും നമുക്ക് അതിൻ്റെ പരിമിതികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സാഫ്റ്റ് സെറ്റ് ചെയ്തു, ചെറിയ റാഡ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഇതുണ്ടോ ഇതിങ്ങനെ ആകുമ്പോൾ ഏകദേശം സെൻറ്ററല്ല, ഒരു കറക്റ്റ് ഈ ഒരു മെഷീൻ്റെ സ്റ്റഡി ആയിട്ട് വരും ചെയ്യും. നമുക്ക് വലിക്കുമ്പോൾ വേറെ അലമ്പ് വരില്ല. പിന്നെ ഈ ഭാഗത്ത് ചെറിയ ലെഗ് കൊടുക്കണം, അത് കൊടുത്തില്ലാത്തതുകൊണ്ട് ചെറിയ ഷേക്കിപ്പോൾ ഉണ്ട്. ഇതുണ്ടോ വീട്ടിൽ ചേരാം സിമ്പിൾ കേട്ടോ. ഞാൻ ഒറ്റ കൈ കൊണ്ട് കാണിക്കുന്നതുകൊണ്ടാണ് അതിങ്ങനെ. ഇതുണ്ടോ ഇട്ട് കഴിഞ്ഞാൽ എന്താ പോയി നിൽക്കും. പിന്നുള്ളത് പറഞ്ഞാൽ ഈ ഭാഗം മൊത്തമായിട്ട് ഒരു ഷേക്ക് വരുന്നുണ്ട്. അതായത് ഇങ്ങനെ ഇത് എന്തുണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ഷേക്ക് വരുന്നുണ്ട്. അതിൽ ഇവിടെ എന്തെങ്കിലും സൊല്യൂഷൻ കാണണം, അപ്പോൾ കാര്യങ്ങൾ പക്കാവുന്നില്ല. പിന്നെ പറഞ്ഞാൽ ഇവിടെ ഒരു ബെഡ് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇതുണ്ടോ ഇങ്ങനെ ഒരു ബേസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടോ. ഇത് കറക്റ്റായിട്ട് ഈ ഒരു ചതുരത്തിൽ കറക്റ്റായിട്ടുള്ള പീസ് കട്ട് ചെയ്തിട്ട് പിന്നെ ഈ ഒരു പൊസിഷൻ ഉണ്ടല്ലോ ഇവിടെ നമുക്ക് ഇത്രത്തോളം പൊങ്ങണം. അപ്പോൾ ആ ഒരു പൊങ്ങുന്ന ടൈമിൽ ഇത് ടച്ച് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് ഒരു എൽബോ ഷേപ്പിൽ ഇങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. സെൻറ്ററിലൊരു പീസ് ജോയിൻ്റ് എടുത്തിട്ടുണ്ട് ഇത് വിടരാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതുണ്ടോ ഇത്രത്തോളം ഇങ്ങനെ പൊങ്ങാനുള്ള ഒരു ഓപ്ഷൻ നമുക്കിത് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഏകദേശം ഈ ലെവലിലേക്ക് എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമുക്ക് ഈ ഒരു ഡ്രില്ലറിൻ്റെ ഈ എൻഡ് നമുക്ക് ഇവിടെ എത്തുന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ വെച്ചിട്ട് ഇത് സെറ്റ് ചെയ്തിട്ട് ബാക്കി കുറച്ച് പൊക്കാനുള്ളൊരു ഓപ്ഷനും കൂടെ ഇതിൽ കൊടുക്കണം എന്നുള്ളതാണ്. ഈ ഒരു പീസ് ഇതിന് മുമ്പ് ഒരു എൽബോ അടിച്ചിട്ടുള്ള ഈ പീസ് മുമ്പ് ഒരു എൽബോ അടിച്ചതാണ്. ഇവിടെ കട്ട് ചെയ്തിട്ട് ഇവിടെ തന്നെ ഒരു ഞെട്ട് വെച്ച് വെൽഡ് ചെയ്തു 10-ൻ്റെ. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ പീസ് നമ്മളിതിൽ ഫിക്സ് ചെയ്യും ഈ ഒരു പൊസിഷനിലായിട്ട്. ഇത് ബാക്കി ഇവിടെ ആയിട്ട് കട്ട് ചെയ്ത് ഇവിടെ കട്ട് ചെയ്യും. ഈ മാർക്കുണ്ടോ ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി അടിഭാഗം വന്നിരിക്കുന്നത് ഇങ്ങനെ ആകും. പിന്നെ കുറച്ച് പൊക്കാളർ ഓപ്ഷൻ ഇതിനകത്ത് വേറൊരു പൈപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ടോ കേട്ടോ. ആയിട്ട് സെറ്റ് ആയിട്ടുണ്ട്. അടിയത്തെ ഇതുണ്ടോ ഇങ്ങനത്തെ ഈ ഇത്രയും നമുക്ക് പൊക്കട്ടോ. അതായത് ഇവിടെ ടാഞ്ച് ഉണ്ടതിൻ്റെ അടുത്ത് വരെ പൊക്കാം. ഇനി ഇതിൽ കൂടുതൽ പൊക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം ചെറുതായിട്ട് ചെരിച്ച് ചെയ്യാണ്ട് കട്ട് ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഹൈറ്റിൽ പൊക്കാം. പക്ഷെ ഇത്ര മതി. ഏകദേശം നമുക്ക് ചെറിയ ഡിസ്റ്റൻസ് മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ഇതിൽ ചെയ്യാമെന്നുള്ളതാണ്. പിന്നെ കണ്ടോ അടിലോട്ട് പൊക്കിയിട്ട് പിന്നെ ഇത് ടൈറ്റാക്കി ഈ ഒരു ബോൾട്ട് ടൈറ്റാക്കി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഫിക്സ് ചെയ്ത് നിൽക്കുന്നുള്ള കേട്ടോ. അതാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് വർക്ക് ചെയ്യുന്ന ടൈമിൽ ഒരു ഷേക്ക് വന്നിരുന്നല്ലോ, ആ ഷേക്ക് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ സ്റ്റെമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുണ്ടോ ഇത്രയും വലുപ്പമുള്ളൊരു പീസ്. പിന്നെ അതിനുശേഷം ഈ ഒരു ഭാഗത്തിൻ്റെ നമ്മൾ ചെയിൻ കൊടുക്കേണ്ട അടിയിലായിട്ട് ഒരു പീസ് ഇട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്തേക്ക് പിടിക്കുന്ന ടൈമിൽ ചെറിയ ഷേക്ക് ഉണ്ടായിരുന്നില്ല, അത് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഭാഗമൊക്കെ ഗ്രൈൻഡ് ചെയ്ത് ഹോളൊക്കെ അടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ചാലിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ.
ചെറുതായിട്ട് ഈ ഏരിയയിൽ അതിൻ്റെ ഇത് സ്ലൈഡ് ചെയ്ത് ഇറങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ അതല്ല ഇത് കറക്റ്റ് ചാലാവണോണ്ട് ഇത് ഷെയ്ക്കാവാനുള്ള ചാൻസ് കുറവാട്ടെ. കണ്ടോ, പാൽ ഭാഗം ക്ലിയറാണ്. പിന്നെ ഞാൻ പറഞ്ഞാൽ ഇതിൻ്റെ ഹോൾഡ് ചെയ്യാനുള്ള ഈ ബെഡുമ്മ ഹോൾഡ് ചെയ്യാനുള്ള സിസ്റ്റം സെറ്റ് ചെയ്യണം. അപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഭാഗം കണ്ടോ, ഇത് ചെറിയ പീസ് വെച്ചു, അതിനകത്ത് ബെയറിങ് വെച്ച്, പിന്നെ ഒരു ത്രെഡ്, ഒരു ഞെട്ട്, ഈ ഒരു ഭാഗത്തൊരു ഹാൻഡിൽ, പിന്നെ പറഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ ഈ ഒരു പീസ് ഇവിടെ ഫിക്സ് ചെയ്ത് വെക്കണം. ഇത്രയൊക്കെ കണ്ടോ ഇവിടെ. അപ്പോൾ ഇത് വെച്ചതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ കേട്ടോ ഹോൾഡ് ചെയ്യണ ബേസിന് സെറ്റായി. ഇതുണ്ട് ഇവിടെ വെട്ട് പോയിട്ട് അത്യാവശ്യം പക്കടി തിരുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡ് ഗ്രൈൻഡ് ചെയ്ത് സെറ്റ് ചെയ്യണം എന്നുള്ള കേട്ടോ. പിന്നെ ഓപ്പോസിറ്റ് ഉണ്ടോ, പിന്നെ ഈ ഒരു ഭാഗം നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ബെൻഡ് അടിച്ച് കൊടുക്കും. അപ്പോൾ ഇതാണ് അവസ്ഥ. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം ഫുള്ള് ക്ലീൻ ആക്കിയിട്ട് മൊത്തമായിട്ട് പെയിൻ്റ് അടിക്കണം. പെയിൻ്റ് അടിക്കണ ഏതാണെന്ന് വെച്ചാൽ ഇതുണ്ട്, ഈ ജാക്കിൻ്റെ പെയിൻ്റ് ഉണ്ടോ, റെഡും ബ്ലാക്കും ആ ഒരു കാറ്റഗറിയിൽ ആ ഒരു സെയിം ആയിട്ട് അടിക്കാണ്ട് വരുന്നുണ്ട്. ഇതുണ്ടോ, രണ്ട് പെയിൻ്റൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ കേട്ടോ ഐറ്റം സക്സസ് ഉണ്ടോ. ഈ പീസ് ഇല്ല ഹോൾഡ് വെച്ച് വാവ്, അപ്പോൾ ആ ഭാഗം ക്ലിയറായി. പിന്നുള്ളത് പറഞ്ഞാൽ ഇനി ഇത് മൊത്തം പീസാക്കണം. എല്ലാ ഭാഗവും പീസാക്കിയതിന് ശേഷം വൃത്തിയിൽ പെയിൻ്റ് അടിച്ച് സെറ്റ് ചെയ്യണം. ഇതേ പറഞ്ഞ പോലെ റെഡും ബ്ലാക്കും അടിച്ച്. അപ്പോൾ കേട്ടോ ഐറ്റം സെറ്റ് ഫുള്ള് ഫിനിഷ് ചെയ്തു. പിന്നെ പെയിൻ്റൊക്കെ ഉണങ്ങി ഇന്നലെ അടിച്ചു ചേട്ടാ പെയിൻറ്റ്. പിന്നെ ഈ ഒരു മുതൽ ഇതിനകത്ത് വെക്കണം. അപ്പോൾ എല്ലാ ഭാഗവും പക്കണ്ടോ. അത്യാവശ്യം സിമ്പിളായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കൂടെ ഒരു ഹോളുണ്ട്, ഇതുണ്ടോ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. ഈ ഒരു ഭാഗം പക്കായിട്ട് ടൈറ്റ് ചെയ്തിട്ട് ഇത് കണ്ടോ മെറ്റിൽ വെച്ചു. ഓണാക്കിയ ടൈമിൽ ഇതുണ്ടോ ഈ ഒരു ഭാഗം പ്രസ് ചെയ്തിട്ട് ഇത് ഓണാക്കിയിടാം. അടുത്ത ചെറിയ വിറ്റ് കേട്ടോ. ഇതൊക്കെയാണ് ഡെല്ലി മെഷീൻ്റെ സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ കാര്യങ്ങളും. അപ്പോൾ ഇതിൽ എത്രത്തോളം മനസ്സിലായി എന്നറിയില്ല. കാരണം വെച്ചാൽ ഇതിൽ ഫുൾ ഉൾപ്പെടുത്തിയതിൻ്റെ വലിയ ലെങ്തി വീഡിയോ. അപ്പോൾ നമ്മളെന്ത് വെച്ചാൽ ഓരോ ഭാഗങ്ങൾ മനസ്സിലാവുന്ന വിധം ചെയ്തിട്ടുണ്ട്. പിന്നെ വർക്കിൻ്റെ ഇടയിൽ നമുക്ക് വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് വേണം. അപ്പോൾ ഈ ഒരു ഭാഗങ്ങൾ ഇതിൻ്റെ എസ്റ്റിങ് മൊത്തമായിട്ടുള്ള കണ്ടോ, ബാക്കിൽ പെയിൻറ്റിങ് കാര്യങ്ങളും ഇവിടെ ഒരു സ്പോഞ്ചിൻ്റെ പീസ് വെച്ചിട്ടുള്ള കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ. പിന്നെ ഈ ഒരു ഭാഗം നമുക്ക് ക്ലിയർ ആക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ പുതിയ നല്ലൊരു വീഡിയോ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.